നേരെ പോകണം ചേലക്കരയിൽ ചെറുതുരുത്തി LP സ്കൂളിൽ നമ്മൾ നമ്മുടെ അഷ്കർ അലിയെ നിർത്തിയിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് അഷ്കർ അലി. വരാൻ ഇപ്പം വൈകിപ്പോയി, ആളുകളും വൈകി വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ അവിടേക്ക് ഇപ്പോൾ? സുജ, ഇവിടെ രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ ഈ LP സ്കൂളാണ്, ചെറുതുരുത്തി LP സ്കൂളാണ്. ഇവിടെ രാവിലെ മുതൽ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബൂത്ത് 2 ബൂത്തുകളാണ് ഉള്ളത്, 46-ാം ബൂത്ത്, 45-ാം ബൂത്ത്. നമുക്ക് ഈ 46-ാം ബൂത്തിൽ കാണാവുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ നീണ്ട നിര തന്നെയാണ്. കുറച്ച് നേരം മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വലിയ നീണ്ട നിര ഉണ്ടായിരുന്നു. ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. പെട്ടെന്ന് ആളുകളെ പോൾ ചെയ്ത് പോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ ബൂത്തിൽ 1484 വോട്ടർമാർ ഈ ബൂത്തിൽ പോൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ഈ തിരക്ക് അനുഭവിക്കുന്നുണ്ട്. ഏകദേശം 56% ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 6 മണിക്കകം ഈ കൂടുതൽ ഈ ബാക്കിയുള്ള വോട്ടർമാർ കൂടി എത്തുമ്പോൾ, പ്രത്യേകിച്ച് 5 മണിക്ക് ശേഷം കൂടുതൽ വോട്ടർമാർ കൂടി ബൂത്തിലെത്തുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത്രയും ആളുകൾ കൂടി ബൂത്തിലേക്ക് എത്തുമ്പോൾ 6 മണിക്ക് പോലും ഇവിടെ പോളിംഗ് അവസാനിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. കൂടുതൽ ആളുകൾക്ക് ടോക്കൺ നൽകി പോളിംഗ് തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ തൊട്ട് 45-ാമത്തെ ഒരു ബൂത്തുണ്ട് അവിടുത്തെ. പക്ഷേ ഇതിന് നേരെ വിപരീതമായ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോൾ 4 മണിക്ക് തന്നെ 70% പോളിംഗ് പിന്നിട്ടിരിക്കും. ഓക്കെ, അഷ്കർ ഇപ്പോൾ പറയുന്നത് അവിടെ ഇപ്പോൾ 70% പിന്നിട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ INPRD പറയുന്നതനുസരിച്ച് 4:33 വരെയുള്ള കണക്കനുസരിച്ച് 63.95 ആകെ പോളിംഗ്. അത് മതിയോ പോളിംഗ്? നമുക്ക് നോക്കാം. ജെയ്സൺ ചാമുളപ്പിൽ ഇപ്പോൾ പഴയന്നൂർ സർക്കാർ LP സ്കൂളിൽ നിൽക്കുന്നുണ്ട്. ജെയ്സൺ ചാമുളപ്പിൽ, ഗുഡ് ഈവനിങ്. പോളിംഗ് ശതമാനം ഈ 4 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്ന നേരത്തെ ഇത്രയും മതിയോ? സാധാരണഗതിയിൽ ഇതിൽ കൂടുതൽ ഉയരാറില്ല. ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിറ്റുകൾ എന്ന് പറയുന്നത് കുറച്ചല്ലേ ഉള്ളൂ. അതിനുള്ളിൽ പോളിംഗ് ശതമാനം കാര്യമായി ഉയരുമോ? സുജയ, ഗുഡ് ഈവനിങ്. സ്വാഭാവികമായും ഇനിയാണ് കൂടുതൽ പേർ വോട്ട് ചെയ്യാനായിട്ടുള്ള എത്താനുള്ള സാധ്യത. കാരണം രാവിലെ ഏകദേശം 9 മണി വരെ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പതുക്കെ കുറഞ്ഞ് വീണ്ടും 4 മണി, ഒരു 3:30 കൂടി വീണ്ടും പോളിംഗ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. വനിതാ വോട്ടർമാർ സ്വാഭാവികമായിട്ട് നിരവധി ജോലികൾ, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ജോലിയും മറ്റും കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു 2 മണിക്കൂർ, 6 മണി എന്ന് പറയുന്നത് ഒരിക്കലും 6 മണിക്ക് ഈ പോളിംഗ് അവസാനിക്കാനുള്ള സാധ്യത മറ്റ് ബൂത്തുകളിലെ സ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനാകില്ല. ഇത് ഔദ്യോഗിക കണക്കാണ് 64%, 4:30 പക്ഷേ അനൗദ്യോഗിക കണക്കനുസരിച്ച് 67% ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. ഇനി 2 മണിക്കൂറോളം, 6 മണിയാണ് ഔദ്യോഗിക ടൈമെങ്കിൽ പോലും ഏകദേശം 7-7:30 എല്ലായിടത്തും പോളിംഗ് പൂർത്തിയാകാൻ. അത്തരത്തിൽ പോളിംഗ് പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തോളം, അല്ലെങ്കിൽ അതിനോട് അല്പം കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള കാരണം നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശദമായി ചർച്ച ചെയ്തതാണ്. വലിയ ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, ചേലക്കര കണ്ട ഏറ്റവും സജീവമായ, ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണവും മറ്റും നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. രാവിലെ നേരത്തെ 6:15 തന്നെ പലരും പോളിംഗ് ബൂത്തിലെത്തുന്ന സ്ഥിതിയുണ്ടായി. 6:30 വലിയ നീണ്ട നിര പല പോളിംഗ് ബൂത്തുകളുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം ഏകദേശം ചൂട് പിടിക്കുന്നതോട്, സൂര്യൻ ഉച്ചസ്ഥായിലെത്തിയതോടുകൂടി അല്പം കുറഞ്ഞു. പിന്നീട് ഇപ്പോൾ വീണ്ടും പോളിംഗ് ബൂത്തുകൾ സജീവമായി കൊണ്ടിരിക്കുന്നു. ഞാനത് സായ്കുമാറിലേക്ക് കൂടി പെട്ടെന്ന് പോകാം. ജെയ്സണിലേക്ക് പിന്നീട് തിരിച്ചെത്താം. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ നിന്നാണ് സായ്കുമാർ ചേരുന്നത്. സായ്കുമാർ, നഗരമേഖലകളിലും ഗ്രാമമേഖലകളിലും ഒക്കെ പോളിംഗ് ഉച്ച സമയത്തൊന്ന് മന്ദഗതിയിലായതിനു ശേഷം ഇപ്പോൾ ഈ വെയിലൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ കൂടുതലായി എത്തുന്നുണ്ടോ ബൂത്തുകളിലേക്ക്? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും ഇപ്പോൾ ഇനി നേരത്തെ ജെയ്സൺ പറഞ്ഞതുപോലെ 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കില്ല എന്ന് വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. ഈ വൈകുന്നേര സമയത്ത് വെയിലൊന്നാറിയപ്പോൾ നിരവധി ആളുകൾ ഇപ്പോഴും തങ്ങളുടെ അവസരത്തിനായി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ്. ഇപ്പോൾ ഞാനുള്ളത് 71-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ 1317 വോട്ടർമാരാണുള്ളത്. ഇതിനോടകം ഒരു 50%-ത്തിലധികം പോൾ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും നിരവധി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ ഈ ബൂത്തിലെ ദൃശ്യങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു. മിക്ക സമയത്തും നല്ല ക്യൂ ഉണ്ട്. ഇതിന് തൊട്ടപ്പുറത്തെ ബൂത്തിലും 69-ാം നമ്പർ ബൂത്തിലും ഇത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. പ്രായമായവരെ എത്തിച്ച് ഓപ്പൺ വോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതോടൊപ്പം യുവ വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർ, അങ്ങനെ എല്ലാവരെയും ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ, അതായത് രാവിലെ ജോലിക്ക് പോയ ആളുകൾ ജോലി
ജോലി കഴിഞ്ഞ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുന്നു. ഇനിയുള്ള സമയത്തും ആളുകളുടെ ഒഴുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയുന്നത്. അതായത് ജോലി സമയം കഴിഞ്ഞ് 5 മണിക്ക് ശേഷം ഒരുപക്ഷെ 5 മണിക്ക് ശേഷം വീണ്ടും എത്താൻ നമുക്ക് സായ്കുമാറിലേക്കും ടീം ചേലക്കരയിലേക്കും ഒപ്പം വയനാട്ടിലേക്ക് നമുക്ക് പോകണം. വയനാട്ടിൽ ഇപ്പോൾ 56.92, ചേലക്കരയിൽ 63.95. അവസാന മണിക്കൂറിൽ ഈ ആവേശം കുറച്ചുകൂടി പോളിംഗ് ബൂത്തിൽ ആളുകളുടെ നിരയിൽ തന്നെ ദൃശ്യമാകും. അപ്പോൾ നമുക്കതിലേക്ക് വീണ്ടും